അസ്സലാമുഅലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു നാച്ചുറൽ ഹെയർ ഓയിലിന്റെ വീഡിയോയുമായിട്ടാണ്. ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ 3 ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 30 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മുടി നരയ്ക്കുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ്. മുടി നരച്ചു തുടങ്ങിയവർക്കും മുടി നരയ്ക്കാത്തവർക്കും മുഴുവനായും വെള്ളമുടി ആയവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ചിരട്ടക്കരി കൊണ്ടാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. ആദ്യം മൺചട്ടിയിലേക്ക് കുറച്ച് ചിരട്ട വെച്ചു കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത മൺചട്ടി വേണം എടുക്കാൻ. ഞാനൊരു പഴയ പൊട്ടിയ മൺചട്ടിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചിരട്ട അടുക്കി കൊടുത്ത ശേഷം അത് കത്തിക്കാനായി പച്ചക്കർപ്പൂരം ഇട്ടു കൊടുക്കുക. ഒരു കാരണവശാലും തീ പിടിപ്പിക്കാനായി മണ്ണെണ്ണയോ മറ്റോ ഒന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിൽ വെച്ച് ഒരു ചിരട്ട കത്തിച്ച ശേഷം ചട്ടിയിലേക്ക് വെച്ചു കൊടുത്ത് ബാക്കി ചിരട്ട അതിലേക്ക് വെച്ചു കൊടുത്താൽ മതി. പണ്ടൊക്കെ തുണി തേക്കാനായി ഇങ്ങനെ ചിരട്ട കത്തിച്ച് തേപ്പൂട്ടിയിൽ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ചാർക്കോൾ പൗഡർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ചാർക്കോൾ കൊണ്ടുള്ള ഫേസ് വാഷ്, ചാർക്കോൾ പേസ്റ്റ്, ചാർക്കോൾ സോപ്പ്, ഫേസ് പാക്ക്, അങ്ങനെ പലതും. ഇത് ആവണക്കെണ്ണയിൽ ചാലിച്ച് പുരികത്തിൽ പുരട്ടിയാൽ പുരികം നല്ല കറുത്ത് കട്ടി കൂടാൻ സഹായിക്കും. ഇതിന്റെ പൊടി കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കി പുരട്ടിയാൽ ഫേസിലുള്ള അഴുക്കുകളൊക്കെ മാറി ഫേസ് നല്ല ക്ലിയർ ആക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഓയിൽ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരമാണ് ഈ ചാർക്കോൾ ഫേസ് പാക്ക്. ഇത് കത്തിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. മുഴുവനും കരിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്ത് തീ മാറ്റി കൊടുക്കുക. കത്തി മുഴുവനും ചാരമായി പോകാതെ അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. നമുക്ക് ഇതിന്റെ ഷെല്ലാണ് വേണ്ടത്. ഇതിലേക്ക് റോസ് വാട്ടർ തളിച്ചു കൊടുത്താൽ നല്ല മണവും കിട്ടും. അടുത്തതായി നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. ഞാനിവിടെ 200 ഗ്രാം കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. 5 ചിരട്ടയുടെ കരിക്ക് 200 ഗ്രാം കരിഞ്ജീരകമാണ് വേണ്ടത്. ഈ കരിഞ്ജീരകവും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. കരിഞ്ജീരകം ചെറുതായി ചതച്ചു കൊടുത്ത ശേഷം ഈ കത്തിത്തീർന്ന ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അടുത്തതായി വേണ്ടത് 250 ഗ്രാം ഹെന്ന പൗഡർ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഴുവനായും കത്തിത്തീർന്ന ചിരട്ടയിലേക്ക് ഈ മൈലാഞ്ചി പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കഴിവതും നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലുള്ള ഹെയർ ഓയിലും ഹെയർ ഡൈയും ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹെയർ ഡൈ നമ്മുടെ മുടി കൂടുതൽ നരപ്പിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് അലർജി ഉണ്ടാക്കാനും കാരണമാകും. ഇങ്ങനെ ഉണ്ടാക്കി പൊടിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. ഇത് നല്ലതുപോലെ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചുനാൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ പൊടി ഉപയോഗിച്ചാണ് നമ്മൾ എണ്ണ കാച്ചുന്നത്. 400 ഗ്രാം ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ഇരുമ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ കാച്ചാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് പാത്രം തന്നെയാണ്. അതുകൊണ്ട് ഇരുമ്പ് പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് 400 ഗ്രാം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഓണാക്കാതെ തന്നെ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിരട്ടക്കരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ എണ്ണ കാച്ചിയെടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇതുണ്ടാക്കാൻ. ഇതിന്റെ പതയെല്ലാം അടങ്ങി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ആ പാത്രത്തിൽ തന്നെ 2 മണിക്കൂർ വെക്കുക. ഇങ്ങനെ കുറച്ച് സമയം വെച്ചിരുന്നാൽ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ എണ്ണയിലേക്ക് ശരിക്കും അബ്സോർവ് ആയി കിട്ടും. ഇത് നന്നായി തണുത്ത ശേഷം ഒരു കോട്ടൺ തുണിയിലൂടെ അരിച്ചെടുക്കുക. തുണി 2 ലെയർ ആക്കി മടക്കി കൊടുത്ത ശേഷം അരിച്ചെടുക്കുക.
ഇതൊരു ബോട്ടിലാക്കി അടച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന വിധം: കുളിക്കുന്നതിന് ഏകദേശം 20 മിനിറ്റ് മുമ്പ് മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. മുടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം പല്ലകലമുള്ള ഒരു ചീപ്പ് കൊണ്ട് ചീകി കൊടുക്കുക. അപ്പോൾ മുടി മുഴുവനായും അപ്ലൈ ചെയ്യാൻ പറ്റും. തലനീരിറക്കം ഉള്ളവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് പുരട്ടിയാൽ മതി. ഡെയിലി എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ എണ്ണ പതിവായി ഉപയോഗിച്ചാൽ നമുക്ക് തീർച്ചയായും നല്ല റിസൾട്ട് തന്നെ കിട്ടും. നര തുടങ്ങിയതേ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. മുടി നരച്ചവർക്കും നരയ്ക്കാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണിത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.